വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. മക്കൾ നന്നാവണം, അതെല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നറിയാതെ പല കാര്യങ്ങളും പല രീതിയിലും ചെയ്യുന്ന രക്ഷിതാക്കൾ അടിച്ചും കുത്തിയും വഴക്ക് പറഞ്ഞും ശകാരിച്ചും നീ ഗുണം പിടിക്കില്ലെന്ന് പറഞ്ഞും പലതരത്തിലും പല കാര്യങ്ങളും ചെയ്ത് ശ്രമിച്ച് പരാജയപ്പെടുന്ന രക്ഷിതാക്കളെ കണ്ടിട്ടുണ്ട്. രക്ഷിതാക്കൾ പലപ്പോഴും അറിയാതെ ചെയ്തു പോകുന്ന ഒരു വലിയ തെറ്റാണ് മക്കളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുക എന്ന് പറയുന്നത്. എടാ നീ അവനെ കണ്ടുപിടിക്കടാ, എടി നീ ഇവളെ കണ്ടുപിടിക്കടി എന്ന തരത്തിൽ ഒരുപക്ഷെ സ്വന്തം മക്കളെ മറ്റുള്ള മക്കളുമായി കമ്പയർ ചെയ്യുന്നവരുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തുള്ള വീട്ടിലെ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ചേട്ടത്തിയുടെയോ ചേട്ടൻ്റെയൊക്കെ മക്കളുമായി അങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന ആളുകളുണ്ട്. എന്നിട്ട് പറയും അവൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിനക്കുമില്ലേ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിനക്കില്ലേ, എന്നിട്ടും നിൻ്റെ കണക്കിലെ മാർക്ക് എത്രയാടാ, നിൻ്റെ കണക്കിലെ മാർക്ക് എത്രയാടി മോളെ, നിനക്കെന്താ അവളെ കണ്ട് പഠിച്ചാലെന്ന് പറഞ്ഞിട്ട് മിക്കവാറും സമയങ്ങളിലും പഠനത്തിൽ സ്വഭാവത്തിൽ അങ്ങനെയുള്ള പല വിഷയങ്ങളിലും പുറകോട്ട് പോകുന്ന മക്കളെ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്ന വിഷയത്തിൽ നമ്മിൽ പലരും വളരെയധികം മുമ്പിലാണ് എന്നതൊരു വലിയ സത്യമാണ്. ഇവിടെ രക്ഷിതാക്കളുടെ ഇൻറ്റൻഷൻ നല്ലതാണ്, മക്കൾ നന്നാവാൻ വേണ്ടി തന്നെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നെഗറ്റീവാണെന്നുള്ളതാണ് സൈക്കോളജിസ്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ട് കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നു, പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഒന്നാമത്തെ കാര്യം, നീ അവനെ കണ്ട് പഠിക്കുക അവളെ കണ്ട് പഠിക്കുമെന്ന് പറയുമ്പോൾ ഈ കുട്ടിക്ക് കിട്ടുന്ന ഇൻഡയറക്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് യു ആർ നോട്ട് ഓക്കെ, യു ആർ നോട്ട് പെർഫെക്റ്റ്, നീ ശരിയില്ല, നീ ഓക്കെ അല്ല എന്ന മെസ്സേജാണ് ആദ്യമായിട്ട് കിട്ടുന്നത്. ഈ മെസ്സേജ് നിരന്തരമായി കിട്ടുന്ന കുട്ടികൾ ആത്മവിശ്വാസം കുറഞ്ഞവരായി പോകുമെന്ന് പല തരത്തിലുള്ള പഠനങ്ങളിലൂടെയും സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്. നീ ഓക്കെ അല്ല, നിന്നെക്കൊണ്ട് കഴിയില്ല, നീ അവനെ കണ്ടുപിടിച്ചോ, നീ ചെയ്യുന്ന ഒന്നും ശരിയില്ല, അവൻ ചെയ്യുന്നതാണ് ശരി, നീ ശരിയില്ല. ഇത് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ആത്മവിശ്വാസം തകർന്നു പോകും. ആത്മവിശ്വാസം തകർന്നു കഴിഞ്ഞാൽ പിന്നെ MBA കഴിഞ്ഞാലും ME കഴിഞ്ഞാലും MTech കഴിഞ്ഞാലും CA കഴിഞ്ഞാലും ആ കുട്ടികൾക്ക് വേണ്ടത്ര രീതിയിലുള്ള ശോഭിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. പലപ്പോഴും പല ഇൻ്റർവ്യൂവിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, MBAയിൽ വളരെ നല്ല മാർക്കോട് കൂടെ റിട്ടൺ ടെസ്റ്റിൽ പാസ്സായ ആളുകൾ ഇൻ്റർവ്യൂവിന് വരുമ്പോഴത്തേക്കും പലപ്പോഴും പ്രയാസപ്പെട്ട് പരാജയപ്പെട്ടു പോകുന്നത് കാണാറുണ്ട്. ആത്മവിശ്വാസമാണ് പ്രധാനം. അപ്പോൾ നിരന്തരമായി കമ്പയർ ചെയ്യുന്ന കുട്ടികൾ, അവർക്ക് ഒന്നാമതായി ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. രണ്ടാമതായിട്ട് ആരോടാണോ കമ്പയർ ചെയ്യുന്നത് അവരുമായിട്ട് ശത്രുത ഉണ്ടാവാനും അത് കാരണമാകും, റിവൽറി ഉണ്ടാകാനും അത് കാരണമാകും. സഹോദരന്മാർ തമ്മിൽ തന്നെയാണെങ്കിൽ അതിന് സിബ്ലിംഗ് റിവൽറി എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്, സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നം. ചിലപ്പോഴൊക്കെ കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവരുന്ന സമയത്ത് അമ്മമാരും ഉമ്മമാരും ഒക്കെ പറയാറുണ്ട്, ഇവനും എൻ്റെ വലിയ മോനും തമ്മിൽ വലിയ ക്ലാഷാണ്, എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, ഇതിലാരാണ് ഏറ്റവും കൂടുതൽ നന്നായി പഠിക്കുക? അത് വലിയവനാണ് പഠിക്കുക, ഇവൻ വേണ്ടത്രേ പഠിക്കത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, വലിയവനെ കണ്ട് പഠിക്കണമെന്ന് നിങ്ങൾ ഇവനെ സ്ഥിരമായി പ്രോത്സാഹനമൊക്കെ കൊടുക്കാറില്ലേ? അവനെ കണ്ട് പഠിക്കണം മോനെ, നീ അവനെപ്പോലെ പഠിക്കണം, അവനെപ്പോലെ പഠിക്കണമെന്ന് പലപ്പോഴും നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കാറില്ലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ അമ്മമാർ സമ്മതിക്കും, ഞാൻ അങ്ങനെ പറയാറുണ്ട്. അതുതന്നെയാണ് പ്രശ്നം. നിങ്ങൾ അവനെ മറ്റുള്ളവനുമായി കമ്പയർ ചെയ്ത് അവനെ പഠിക്കുക അവനെ കണ്ട് പഠിക്കടാ എന്ന് പറയാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല എന്നാണ് പറയുക. അതേസമയം അവനെ പോലെ പഠിച്ച് പ്രോത്സാഹനമൊക്കെ നിങ്ങൾ കൊടുക്കാറില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെപ്പോലെ പഠിച്ചിട്ട് നീ വലിയ ആളാവണം എന്നൊക്കെ പറയാറില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ടെന്ന് പറയും. ഇവിടെയാണ് പ്രശ്നമുള്ളത്. ചില കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, സഹോദരങ്ങളുടെ ആരോടാണോ കമ്പയർ ചെയ്യപ്പെടുന്നത് ആ വ്യക്തിയുടെ ഉപകരണങ്ങൾ, ജിയോമെട്രിക് ബോക്സ്, അതുപോലെ പുസ്തകങ്ങൾ, മറ്റു മൊബൈൽ ഫോണ്, മറ്റു പല കാര്യങ്ങളും നശിപ്പിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ഇത് സിബ്ലിംഗ് റിവൽറിയിൽ നിന്നുണ്ടാകുന്നതാണ്. കാരണം അവൻ അങ്ങനെ പഠിച്ച് നല്ല ഒരു കുട്ടിയായതുകൊണ്ടാണല്ലോ എനിക്കിത് കേൾക്കേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പാരൻസ് ശ്രദ്ധിക്കുക, ഇനി മുതൽ മക്കളെ നമ്മൾ വേറൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. രണ്ട് പ്രശ്നമാണ്, ഈ റിവൽറി ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, അവരുമായി ശത്രുത ഉണ്ടാകുന്ന പ്രശ്നമാണ്. മറ്റൊരു കൗൺസിലിംഗ് രംഗത്ത് ഒരു അമ്മ പറഞ്ഞത്, ഇവൻ മറ്റുള്ളവൻ്റെ വസ്തുക്കളൊക്കെ എടുത്ത് ആരും അറിയാതെ കിണറ്റിൽ കൊണ്ടുപോയി ഇടുമെന്നാണ്. അവിടെയും പ്രശ്നം ഇത് തന്നെയായിരുന്നു. അപ്പോൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത്, ഒരു പക്ഷേ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മളോട് ആരെങ്കിലും ഒരാൾ, അഡൽട്ട്സായിട്ടുള്ള നമ്മളോട് ഒരു ഭാര്യയോട് ഭർത്താവ് പറയാം, എടി നീയൊക്കെ എന്ത് ഭാര്യയടി, എടി അപ്പുറത്തെ വീട്ടിലെ സരോജിനെ കണ്ട് പഠിക്കടി, അവളല്ലടി ഭാര്യ, അപ്പുറത്തെ വീട്ടിലെ ജമീലെ കണ്ട് പഠിക്കടി, അവളെപ്പോലെ ആവണടി, ആ വീട്ടിലേക്കൊന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടുത്തെ ഉമ്മറത്ത് കാണുന്ന അതിൻ്റെ ഒരു ഭംഗി എത്രയാണ്, അവിടുത്തെ ഭക്ഷണത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, എടി നീ അതുപോലെ ആവണടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യയ്ക്കും ഇഷ്ടപ്പെടില്ല.
അല്ലെങ്കിൽ ഭർത്താവിനോട് മനുഷ്യ നിങ്ങൾ അപ്പുറത്തെ അദ്ദേഹത്തെ ആ ചേട്ടനെ പോലെയാവണം അല്ലെങ്കിൽ ഈ കെയെ പോലെ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരാൾക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ വലിയ ആളുകളായ നമ്മൾക്ക് പരസ്പരം കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമല്ല, പക്ഷേ കുട്ടികളോട് നമ്മളത് ചെയ്യുന്നു എന്ന ഒരു കോൺട്രഡിക്ഷൻ കൂടെ അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മുതൽ ഒരിക്കലും മറ്റുള്ളവരുമായി നമ്മുടെ മക്കളെ, സ്വന്തം മക്കളാണെങ്കിൽ പോലും, കാരണം ഓരോ കുട്ടിയും യുണീക്കാണ്, ഓരോ കുട്ടിയും അതുല്യനാണ്. നമ്മുടെ ഓരോ കുട്ടികളും വ്യത്യസ്തമായ തരത്തിൽ കഴിവുകളുള്ള, തുല്യതയില്ലാത്ത മക്കളാണ് നമ്മുടെ ഓരോ കുട്ടിയും. ആ കുട്ടിയെ മറ്റൊരു കുട്ടിയോട് കമ്പയർ ചെയ്ത് നീ അവനെ പോലെ ആകണമെന്ന് പറയരുത്. ഇവൻ്റെ ആത്മവിശ്വാസം വളർത്താൻ മറ്റുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് വീണ്ടും പറയാം, ചർച്ച ചെയ്യാം. Watch and subscribe Happy Life TV. Wish you all the best.